യൂട്യൂബ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലാർജസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അവിടെ ഇഷ്ടംപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, ലൈക്ക് ഈഗിൾ ഗെയിമിംഗ്, കോൾമിഷസാം, ചിലപ്പോൾ ഞാൻ. നമ്മളിപ്പോൾ കാണുന്ന എല്ലാ യൂട്യൂബേഴ്സും നല്ല എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നല്ല മൈക്ക്, നല്ല ക്യാമറ, നല്ല ലൈറ്റിംഗ് ഇതിലൊക്കെ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബ് തുടങ്ങുന്ന ടൈമിൽ അവരൊരു ബിഗിനേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്കറിയാൻ നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് കുറച്ച് സെലക്റ്റഡ് യൂട്യൂബേഴ്സിന്റെ, അതായത് നമ്മുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിന്റെ ഫസ്റ്റ് വീഡിയോ ഏതൊക്കെയാണോ നോക്കി റിയാക്ട് ചെയ്യുന്നതാണ്. മേ ബി അവർ ചിലപ്പോൾ അവരുടെ ഫസ്റ്റ് വീഡിയോസ് ചാനലിൽ നിന്ന് എടുത്ത് കളഞ്ഞാണ്. അപ്പം ഏറ്റവും അവസാനം ഏത് വീഡിയോ ആണ് കിടക്കുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് റിയാക്ട് അവർ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഫസ്റ്റ് വീഡിയോ. ഫസ്റ്റ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോണ ഈഗിൾ ഗെയിമിന്റെ വീഡിയോ ആണ്. അപ്പോൾ അസിസ്റ്റന്റ് ചെയ്യുന്ന ഒരു കൊലമാസ് ഗെയിം പ്ലേ 3 vs Squad 21 Kills എന്ന് പറയുന്ന ഒരു ഗെയിം പ്ലേ ആണ്. നമുക്ക് നോക്കാം. ഇത് കാണുമ്പോൾ എനിക്ക് ഈഗിളിന്റെ ഇപ്പോഴത്തെ സെറ്റപ്പാണ് ഓർമ്മ വരുന്നത്. ഈ ഗെയിം പ്ലേ ഒക്കെ നല്ല ലാഗ് ആവുന്നുണ്ട്. പുള്ളി നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്കുള്ള ക്വാളിറ്റിയിൽ പുള്ളി കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പുള്ളി കൂടുതലും ഇപ്പോൾ ലൈവ് സ്ട്രീം ആണ് ചെയ്യുന്നത്. ഞാൻ കാണാറുണ്ട് ഈഗിളിന്റെ ലൈവ് സ്ട്രീം ഒക്കെ, കുറച്ചുകൂടെ കണ്ടുള്ള. ഈ ഗെയിം പ്ലേ അല്ലെങ്കിൽ ഈ ഡിവൈസ് കാണുമ്പോഴാണ് നമുക്ക് ഈഗിളിനെ കുറച്ചുകൂടി അപ്രിഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്. പുള്ളി ഡിവൈസിന്റെ ഇഷ്യൂ ഒന്ന് നോക്കാതെ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ടൈമിലും. അന്നേരം പുള്ളിക്ക് ഈ വീഡിയോക്ക് ഏകദേശം 41K വ്യൂസ് ഉണ്ട്. ഇത്രയും പേര് കണ്ടിട്ടുണ്ട്. പുള്ളി കൂടുതൽ ലൈവ് സ്ട്രീം ആണല്ലോ ചെയ്യുന്നത്. നമുക്കൊരു ലൈവ് സ്ട്രീം കൂടെ റിയാക്ട് ചെയ്ത് നോക്കാം. 5 വർഷം മുമ്പ് വാച്ചിങ് പ്ലേ ഗെയിംസ് ബൈ ഓംലെറ്റ് ആർക്കേഡ്. ആഡ് വന്നു ബോയ്സ്. റസിന്റെ സബ്സ്ക്രൈബർ ആൻഡ് ഫാൻ ആണ്. ഓ റസിന്റെ എന്നെ കൂടെ ചേർക്കും ഒരേ കാറാണ്. ഇല്ല മോളെ, സ്ലോട്ടില്ല. പിന്നെ നൂബ്സിനെ ഞങ്ങൾ കളിപ്പിക്കാറില്ല. ഓക്കെ, ഇതില് അത്യാവശ്യം ലാഗ് കുറവുണ്ട്, പക്ഷെ ക്ലാരിറ്റി കുറവാണ്. തുടക്കത്തിൽ നമുക്കെല്ലാം ഹൈ എൻഡ് സാധനങ്ങൾ സ്ട്രീം ചെയ്യാൻ പറ്റില്ലല്ലോ. ബട്ട് ക്വാളിറ്റി ഉണ്ട്, കണ്ടോണ്ടിരിക്കാൻ തോന്നും. പുള്ളിയുടെ പണ്ടത്തെ ലൈവ് സ്ട്രീമൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് ഈഗിൾ എത്ര ദൂരം വന്നെന്ന് നമുക്ക് മനസ്സിലായത്. പുള്ളിയുടെ ലൈവ് സ്ട്രീമും പുള്ളിയുടെ കണ്ടന്റും ഒക്കെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നത് ഈ ഒരു സ്റ്റേജിൽ നിന്ന് പുള്ളി തുടങ്ങി വലുതായത് കണ്ടിട്ടാണ്. അടുത്ത നമ്മളെ ചാനൽ എന്ന് പറയുന്നത് വില്ലേജ് ഫുഡ് ചാനലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫിറോസ്കയുടെ ചാനലാണ്. അപ്പോൾ ഫിറോസ്ക ആദ്യമായിട്ട് വീഡിയോ ചെയ്ത് നോക്കാം. ഉണ്ടാക്കാം ഒരു റബ്ബർ സീ. എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളിയുടെ ചാനലിന്റെ ആദ്യത്തെ പേര് ക്രാഫ്റ്റ് മീഡിയ എന്നായിരുന്നു. ക്രാഫ്റ്റ് വീഡിയോസ് ആയിരുന്നു ഉണ്ടായിക്കൊണ്ടത്. പിന്നെയാണ് കുക്കിങ്ങിലോട്ട് മാറിയത്. അതെ, ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെയാണ് ഒരു വെറൈറ്റി ചിക്കൻ 6 pack ഉണ്ടാക്കിയല്ലോ. അങ്ങനെയുള്ള പുള്ളിയുടെ KFC ഉണ്ടാക്കിയ റെസിപ്പിയൊക്കെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കാം. ഏവർക്കും ക്രാഫ്റ്റ്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കൊരു റബ്ബറിൽ ലയിക്കുന്നത് പെന്നുകൊണ്ട് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. മ്യൂസിക് ഉണ്ട്. ഇപ്പോഴത്തെ പുള്ളിയുടെ വീഡിയോ ഒരു ASMR ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ വീഡിയോ പോലെയല്ല, പുള്ളി മ്യൂസിക് ഇടാത്തത് എന്തുകൊണ്ട് നന്നായി. അത് ആ ഒരു ഫീലാണ് നല്ലത്. പുള്ളിയുടെ ചാനൽ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം. ഒരു ASMR വൈബിലാണ് കുക്ക് ചെയ്ത വെളിയിലിരുന്ന്. അപ്പൊ ഇതിൽ മ്യൂസിക് ഉണ്ട്. അപ്പൊ പറയുന്നതും കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ആ ടൈമിൽ തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഈ ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്. അടുത്തത് കോൾമി ഷസാമിന്റെ വീഡിയോ ആണ്. പാവം Pixel 4a എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് പുള്ളി ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതാണോന്ന് എനിക്കറിയില്ല. ചാനലിൽ ലാസ്റ്റ് നോക്കിയപ്പോൾ ഇതാണ് കിടക്കുന്നത്. എനിക്കൊന്ന് Pixel 4a ഇന്ത്യയിൽ റിലീസ് ആവുന്നതിന്റെ പാരഡിയാണ്. അത് സ്കിറ്റ് പോലെയാണ് പുള്ളി ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെയാണ് റിവ്യൂസ് തുടങ്ങിയത്. പുള്ളിയുടെ വൈൻസ് ഒക്കെ ഞാൻ ആദ്യം സ്റ്റോറീസ് വഴിയാണ് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെയാണ് യൂട്യൂബിൽ നോക്കിയപ്പോൾ പുള്ളി അതിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ. ഏകദേശം അതുകൊണ്ട് ഞാൻ വീഡിയോസ് കാണാറുണ്ട്. പുള്ളിയുടെ ആക്ടിവിറ്റി കാണുമെന്നല്ല പറയുന്നത്. അത്യാവശ്യം ഒരുവിധപ്പെട്ട വീഡിയോസ് എല്ലാം ഞാൻ സമയം കാണാറുണ്ട്. അപ്പൊ നമുക്കിത് നോക്കാം. എക്സ്ക്യൂസ് മീ, അങ്ങനെ ഇന്ത്യയിൽ പച്ച പിടിക്കാൻ പറ്റുന്നത് Pixel 4a ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള സെറ്റാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാണ് പുള്ളിയുടെ ഫസ്റ്റ് വീഡിയോ ആൻഡ് ലാസ്റ്റ് ഇട്ട വീഡിയോ തമ്മിലുള്ള ക്വാളിറ്റി വ്യത്യാസം. പുള്ളി ബിഗിനർ ആയിരുന്ന ടൈമിൽ വെർട്ടിക്കൽ മോഡലായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അതും എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നതും നല്ലതാണ്.
ആൻഡ് നമുക്ക് ആ ഒരു പ്രൊഡക്ഷനും ക്വാളിറ്റിയിലും ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കാണാമല്ലോ. എനിക്ക് ഇവരുടെ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇവർ ഇപ്പോൾ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നാണ്. ആൻഡ് അതുകൊണ്ടാണ് ഞാനിതൊരു കണ്ടന്റ് ആക്കി നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് തന്നെ റിയാക്ട് ചെയ്യാൻ വിചാരിച്ചത്. നമ്മളെ ജിയോ മച്ചാൻ്റെ ചാനലാണ് M4 Tech. അപ്പോൾ ഇതിൽ ആദ്യം പുള്ളിയുടെ വീഡിയോ മാജിക് പഠിക്കണോ. ഇത് പുള്ളിയുടെ ഒരു എത്ര 1 million സബ്സ്ക്രൈബേഴ്സോ 10 million സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത്ര ആയിരുന്നപ്പോഴത്തേക്കും പുള്ളി ആദ്യം ചെയ്ത വീഡിയോസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ തന്നെ പുള്ളി ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതാണെന്ന് തോന്നുന്നു. ജിയോ മച്ചാനും പ്രവീൺ മച്ചാൻ ആദ്യമായിട്ട് ക്യാമറ വാങ്ങിച്ചപ്പോഴാണ് അവരൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് പറയുന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. കൺകെട്ടും കൈയടക്കും എന്ന് പറഞ്ഞ M4 Techന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. താടി കുറവാണ്, താടി ഇല്ലാതെ കണ്ടപ്പോ എന്തോ പോലെ. ഇത് എന്തോ മാജിക് കോയിൻ മാജിക് ട്രിക്സ്. ഇപ്പൊ നമുക്കറിയാം ഈ കോയിൻ ഇതിന്റെ അകത്തുണ്ട്, പക്ഷെ എന്നാലും മാറ്റിയിട്ടില്ല. ദെൻ ഈ ഗ്ലാസ് ഞാൻ വെച്ച് കവർ ചെയ്തു. ഓക്കെ, മാജിക് ട്രിക്ക് പോലത്തെ ഒരു വീഡിയോ ആണ് പുള്ളി ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. വീഡിയോയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഓബിയസ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല താടിയില്ലാതെ ജിയോ മച്ചാനെ കാണുമ്പോൾ എന്തോ ഒരു തോന്നുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ പുള്ളിക്കൊരു മൈക്ക് അങ്ങനെയൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കേൾക്കാൻ പറ്റും. ബട്ട് ഇപ്പോൾ പുള്ളി ചെയ്യുന്ന വീഡിയോസ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം കാണുമ്പോൾ എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഞാൻ പുള്ളി പണ്ടോട്ടേ ഫോളോ ചെയ്യുന്നൊരു സബ്സ്ക്രൈബറാണ്. ഞാൻ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം തന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. അവരുടെ ഫസ്റ്റ് വീഡിയോ തൊട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത ലാസ്റ്റ് വീഡിയോ വരെ എത്രത്തോളം ചേഞ്ചസ് അവരുടെ പ്രൊഡക്ഷനിലായാലും അവരുടെ കോണ്ടന്റിലായാലും എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെയാണ് എനിക്ക് തോന്നിയത് ഇത് എന്തുകൊണ്ട് ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഇതിൽ ഞാൻ വളരെ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഏതെങ്കിലും യൂട്യൂബറിന്റെ വീഡിയോസ് റിയാക്ട് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ ബോയ്സ്, അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഗുഡ് ബൈ.